2 വർഷത്തെ വിനാശകരമായ യുദ്ധത്തിന് ശേഷം ഗാസ തെരുവുകൾ നിശബ്ദമാകുന്നു. സ്ഫോടനങ്ങളില്ല, വലിയ സൈറൻ മുഴക്കങ്ങളില്ല, ആകാശത്തിൽ യുദ്ധവിമാനങ്ങളുടെ ശബ്ദങ്ങളില്ല. 732 ദിവസങ്ങൾക്ക് ശേഷം ഗാസ ശാന്തമാകുന്നു. ആളുകളെല്ലാം തന്നെ അവരവരുടെ വീടുകളിലേക്ക് യാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തെല്ലാമാണ് ഗാസയിൽ കഴിഞ്ഞ ദിവസങ്ങളായി സംഭവിച്ചു കഴിഞ്ഞത്? എന്താണ് ഇനി വെടിനിർത്തലിന് ശേഷമുള്ള ഗാസക്കാരുടെ ഭാവി? അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? വിശദമായ രീതിയിൽ തന്നെ നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഈജിപ്ത്, ഖത്തർ, UAE, തുർക്കി, US എന്നീ രാഷ്ട്രങ്ങളുടെ നിരന്തരമായിട്ടുള്ള സമാധാന മധ്യസ്ഥ നടപടികളുടെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള 20 പോയിന്റ് സമാധാന പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഗാസ ഇപ്പോൾ സമാധാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ സീസ് ഫയർ, വെടിനിർത്തൽ ഒടുവിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു സമാധാന പദ്ധതിയുടെ അല്ലെങ്കിൽ ഈ ഒരു വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകൾ എന്തെല്ലാമാണ് എന്നും ഈ ഒരു വെടിനിർത്തലിന് ശേഷമുള്ള ഗാസക്കാരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചൊക്കെയാണ്. ആദ്യം തന്നെ നമുക്ക് ഓരോരോ വ്യവസ്ഥകളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യമായിട്ട് ഈ ഒരു സീസ് ഫയറിൻ്റെ ഭാഗമായിട്ടുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ തന്നെ മുൻകൂട്ടി നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങേണ്ടതാണ്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് US നേതൃത്വത്തിൽ ഈജിപ്ത്, ഖത്തർ, തുർക്കി, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സേനകൾ ഉൾപ്പെടുന്ന ഒരു ബഹുരാജ്യ നിരീക്ഷണ സേന തന്നെ ഇതിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അവരാണ് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ തന്നെയും സീസ് ഫയർ പ്രോപ്പറായിട്ട് നടപ്പിൽ വരുന്നുണ്ടോ എന്ന കാര്യത്തെ നിരീക്ഷിക്കുന്നത്, ഈ ഒരു കാര്യത്തിൽ മേൽനോട്ടം വഹിക്കുന്നത്. മാത്രമല്ല, ഇനി രണ്ടാമത്തെ സുപ്രധാനമായിട്ടുള്ള വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ അത് ഹോസ്റ്റേജുകളുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം 2024 ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ നിന്നുള്ള ഒരുപാടധികം ആളുകൾ ഹമാസ് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പല പല ഘട്ടങ്ങളിലായിട്ട് ഹമാസ് ഈ ആളുകൾ പലരെയും വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ബാക്കിയുള്ള ആളുകൾ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സുപ്രധാനമായിട്ടുള്ള വ്യവസ്ഥ വരുന്നത്. ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം മുൻകൂട്ടി നിർണയിച്ച സ്ഥാനങ്ങളിലേക്ക് പിൻവാങ്ങി 72 മണിക്കൂറിനുള്ളിൽ തന്നെ ഹമാസ് പിടിച്ചു വെച്ചിട്ടുള്ള ആളുകളെ വിട്ടയക്കുന്നതായിരിക്കും. ഇനി ആ ആളുകളുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതിനോടകം തന്നെ ജീവനോടുകൂടെയുള്ള 20 ആളുകളും മരണപ്പെട്ടു കഴിഞ്ഞിട്ടുള്ള 28 ആളുകളുടെ മൃതദേഹങ്ങളുമാണ് ഹമാസ് ഇത്തരത്തിൽ തന്നെ ഇസ്രായേലിന് വിട്ടു നൽകുന്നത്. ഇതിന് പകരമായിട്ട് ഇസ്രായേൽ പിടിച്ചു വെച്ച പലസ്തീനികളായിട്ടുള്ള ഗാസക്കാരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. പ്രത്യേകിച്ച് 250ഓളം വരുന്ന ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾ, ഒക്ടോബർ 7-ാം തീയതി മുതൽ തടവിൽ കഴിയുന്ന 1700-ലധികം വരുന്ന ഗാസക്കാരായിട്ടുള്ള ആളുകൾ, ഇവരെയൊക്കെ തന്നെയും ഇസ്രായേലും പകരമെന്നോണം വിട്ടയക്കുന്നതായിരിക്കും. മൂന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള മാനുഷിക സഹായങ്ങളെല്ലാം തന്നെ ഗാസക്കാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ്. നമുക്കറിയാം, വളരെയധികം മോശം ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഗാസയിലുള്ള ഓരോ ആളുകളും, ഗാസ സ്ട്രിപ്പിലെ ഓരോ ആളുകളും അവരുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയും അടിയന്തരമായിട്ടുള്ള മാനുഷിക സഹായങ്ങളൊക്കെ തന്നെയും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഓരോ ദിവസവും 600 ട്രക്കുകൾ ഗാസയിലേക്ക് മാനുഷിക സഹായവും അതുപോലെ തന്നെ വാണിജ്യ ചരക്കുകളും വഹിച്ചുകൊണ്ട് എത്തിച്ചേരുന്നതായിരിക്കും. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവിധ അതിർത്തികളും തുറന്നു കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും. സുപ്രധാനമായിട്ടുള്ള വ്യവസ്ഥകളിൽപ്പെട്ട ഒരു കാര്യമാണിത്. ഇനി അടുത്തൊരു കാര്യം വരുന്നത് ഗാസയിലെ ആളുകളുടെ ഭരണവുമായി ബന്ധപ്പെട്ടതാണ്. ഗാസക്കാരെ ആര് ഭരിക്കുമെന്ന കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വീഡിയോയിൽ വിശദമായ രീതിയിൽ തന്നെ നമ്മൾ ഒരു സമാധാന ചർച്ചയിലേക്ക് പോകുമ്പോൾ ഹമാസും അതുപോലെ തന്നെ ഇസ്രായേലും എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇരു വിഭാഗവും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് വിശദമായ രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളിൽ പെടുന്നതൊക്കെ തന്നെയാണ് ഇവിടെ ഇപ്രാവശ്യം ഈ വ്യവസ്ഥകളായി വന്നിട്ടുള്ളത്. അന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഒരു സമാധാന കരാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, വെടിനിർത്തലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഗാസയുടെ ഭരണം ഹമാസ് ഏറ്റെടുക്കാൻ പാടില്ല എന്നത്. ആ ഒരു കാര്യത്തിലേക്ക് ഹമാസും ഇപ്പോൾ ഒരു തീരുമാനം എന്നോണം എത്തിച്ചേർന്നിട്ടുണ്ട്. ഗാസയുടെ ഭരണം ഇനി അങ്ങോട്ട് ഹമാസ് ഏറ്റെടുക്കുകയല്ല, മറിച്ച് സ്വതന്ത്ര പലസ്തീനിയൻ സാങ്കേതിക വിദഗ്ധരുടെ ഒരു സംഘമായിരിക്കും ഗാസ സ്ട്രിപ്പിൻ്റെ ഭരണം ഈ ഒരു വെടിനിർത്തലിന് ശേഷം അങ്ങോട്ട് കൃത്യമായ രീതിയിൽ തന്നെ നിർവഹിക്കാനായിട്ട് പോകുന്നത്. മാത്രമല്ല,
ഇസ്രായേൽ ഇതിനോട് ചേർത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഹമാസിൻ്റെ നിരായുധീകരണം, ഹമാസ് ആയുധം കൊണ്ട് നടക്കുന്നതും മറ്റൊക്കെ പൂർണ്ണമായിട്ട് നിർത്തുക, ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് എന്നതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറണമെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഹമാസ് സമ്മതം അറിയിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടെയും ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അതിന് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൃത്യമായ ഒരു താക്കീത് കൂടെ അവർക്ക് നൽകിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നിട്ടുള്ള നിരന്തരമായിട്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കൊടുവിൽ ഗാസ സമാധാനത്തിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ ഉയർന്നു വരുന്ന സുപ്രധാനമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഗാസക്കാരായിട്ടുള്ള ആളുകളുടെ, സാധാരണക്കാരായിട്ടുള്ള ഈ ജനങ്ങളുടെ ജീവിതം എന്നതാണ്. ഒരിക്കലും അത്ര സുഗമമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കില്ല ഇവർക്ക് മുന്നോട്ടേക്ക് നയിക്കേണ്ടിയിരിക്കുന്നത്. ഒരുപാട് തരത്തിലുള്ള വെല്ലുവിളികൾ തീർച്ചയായിട്ടും അവരവിടെ നേരിടേണ്ടതുണ്ട്. ഇനി കഴിഞ്ഞ കാല കണക്കുകൾ തന്നെ ഒന്ന് കൃത്യമായിട്ട് എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 വർഷം കൊണ്ട് ഗാസയിൽ നിന്ന് മരണപ്പെട്ടത് ഏറെക്കുറെ 67,211 ആളുകളാണ്. ഇനി പരിക്ക് പറ്റിയ ആളുകളുടെ കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് 1,69,938 അതായത് മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന ഗാസയിലെ മൊത്തം ജനസംഖ്യയുടെ 10% വരുന്ന ആളുകൾക്ക് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ പരിക്ക് ഏൽക്കുകയോ ചെയ്തിട്ടുണ്ട്. അതായത് വലിയ തോതിലുള്ളൊരു പ്രത്യാഘാതം തന്നെ ആ ഒരു മൊത്തം സമൂഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ചുരുക്കം. ഇനി ഈ ഒരു മരണസംഖ്യയും മറ്റുമൊക്കെ ഒന്ന് കൃത്യമായിട്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിലേറെക്കുറെ 18,500 ചെറിയ കുട്ടികളാണ്, 7,200 വരുന്നത് സ്ത്രീകളാണ്. മാത്രവുമല്ല 39,384 കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് അച്ഛനോ അമ്മയോ ഇല്ലാത്ത രീതിയിൽ ഇത്രയധികം വരുന്ന 39,000 വരുന്ന കുട്ടികൾ ഗാസയിൽ ഇപ്പോൾ നിലവിലുണ്ട് എന്ന് ചുരുക്കം. മാത്രമല്ല കഴിഞ്ഞ വീഡിയോയിൽ വിശദമായ രീതിയിൽ തന്നെ അവിടുത്തെ പട്ടിണിയെക്കുറിച്ചും അതുപോലെ തന്നെ പോഷകാഹാരത്തിൻ്റെ കുറവിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 151 മരണങ്ങൾ അത്തരത്തിൽ പോഷകാഹാര കുറവുകൾ മൂലം അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യവും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമാധാന ചർച്ചകൾക്കും വെടിനിർത്തലിനും ഒക്കെ ശേഷം ഗാസക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ഭവനങ്ങളെ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുമ്പോൾ അവർക്കൊന്നും അവിടെ അവരുടെ കൃത്യമായ രീതിയിലുള്ള വീടുകളെ കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് വലിയൊരു വസ്തുതാപരമായിട്ടുള്ള കാര്യം. ഈ വീടുകളുണ്ടായിരുന്ന സ്ഥലം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പല ആളുകളും ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ നിരന്തരമായിട്ട് ബോംബ് മഴ തന്നെ വർഷിച്ചതിൻ്റെ കാരണമായിട്ട് വലിയൊരു ശതമാനത്തോളം വരുന്ന ഗാസയിലെ ബിൽഡിങ്ങുകളും പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലാണ്. ഏറെക്കുറെ 90% വരുന്ന ആളുകളുടെയും വീടുകൾ, ഗാസയിലെ മൊത്തം വീടുകളിലെ 90% ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ തകർന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത്. സോ ഇവരുടെ ഒക്കെ തന്നെയും ജീവിതം കെട്ടിപ്പടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ വീടുകളെ പുനർനിർമ്മിക്കുക എന്ന കാര്യത്തിൽ തന്നെ വലിയ തോതിലുള്ള വെല്ലുവിളികൾ അവർക്ക് അവിടെയൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഗാസയിലെ ആളുകളെ 1-ലധികം തവണ കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല ഇനി അടുത്തൊരു സുപ്രധാനമായിട്ടുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് കെട്ടിടാവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഏറെക്കുറെ 51 മില്യൺ ടൺ അവശിഷ്ടങ്ങളാണ് ഗാസ സ്ട്രിപ്പിൽ ഇപ്പോൾ അവശേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിഷ്വലുകൾ, ഡ്രോൺ ഫുട്ടേജുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മാറ്റിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും 10 വർഷത്തോളം സമയം ഗാസക്കാരായിട്ടുള്ള ആളുകൾക്ക് ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ $1.2 ട്രില്യൺ ഇതിനു വേണ്ടിയിട്ട്, ഈ ഒരു മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട്, ഈ തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങളും മറ്റൊക്കെ പൂർണ്ണമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ചിലവഴിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരാമർശിച്ച ഒരു കാര്യമായിരുന്നു, ഒരുപാടധികം ആളുകൾ ഇപ്പോഴും ഈ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന, തകർന്നു വീണ് കിടക്കുന്ന ഈ ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. മരണപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ തന്നെയും തിരിച്ച് അവരവരുടെ വാസസ്ഥലങ്ങളിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലുള്ള അവരുടെ ഏറ്റവും വലിയ സുപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന അവരുടെ ബന്ധുമിത്രാദികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കണം, കൃത്യമായൊരു സംസ്കരണം അവർക്ക് നടത്തണം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. ഈ ഒരു കാര്യത്തിലും വ്യത്യസ്ത വെല്ലുവിളികൾ തീർച്ചയായിട്ടും ഗാസക്കാർ അവിടെ നേരിടേണ്ടി വരുന്നുണ്ട്. വലിയ തോതിലുള്ള കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും അവർ എത്തിച്ചേരുന്നുണ്ട്. ഇനി മറ്റു കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ
വിദ്യാഭ്യാസം വലിയൊരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെയുള്ള വലിയൊരു ശതമാനത്തോളം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലാണ്. ഇനി ആരോഗ്യ മേഖലയിലേക്ക് നോക്കുമ്പോൾ ഗാസയിലുള്ള 36 ഹോസ്പിറ്റലുകളിൽ പകുതിയിൽ മാത്രമേ ഭാഗികമായെങ്കിലും ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുന്നുള്ളൂ. അതിലൊക്കെ തന്നെയും വ്യത്യസ്ത അറ്റാക്കുകൾ നിരന്തരമായിട്ട് ഏറ്റുവാങ്ങേണ്ടി വന്ന ഹോസ്പിറ്റലുകളും മറ്റുമൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയും വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരുപാടധികം പണവും സമയവും ഒക്കെ ചിലവഴിക്കേണ്ട കാര്യങ്ങളായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഇലക്ട്രിസിറ്റി ഗ്രിഡെല്ലാം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഗാസയിലുള്ളത്. ഇതൊക്കെ തന്നെയും പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായിട്ടുള്ള ഒരുപാട് സമയവും പണവും ഒക്കെ ചിലവഴിക്കേണ്ട ഒരു കാര്യമായിട്ട് മാറി വരുന്നുണ്ട്. ഇനി ഇതിനെല്ലാം അപ്പുറത്തേക്ക് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം കൃഷി സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ സംസാരിച്ചൊരു വിഷയമായിരുന്നു ഫലഭൂയിഷ്ടമായിട്ടുള്ള ഗാസയുടെ കൃഷിസ്ഥലങ്ങൾ, പലസ്തീൻ്റെ കൃഷിസ്ഥലങ്ങളൊക്കെ തന്നെയും തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. അതിൽ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള അവശിഷ്ടങ്ങൾ, അതോടൊപ്പം തന്നെ വ്യാവസായികപരമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ, ഇതോടൊപ്പം ഈ ബോംബുകളിലും മറ്റുമൊക്കെ പൊട്ടാതെ കിടക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൊണ്ടും മലിനമായ അവസ്ഥയിലാണ് ഗാസയിലെ കൃഷിസ്ഥലങ്ങളുള്ളത്. UN കണക്കുകൾ പ്രകാരം 25 വർഷം സമയമെടുത്തെങ്കിലേ ഈ ഒരു യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ഗാസയിലെ ഈ കൃഷിസ്ഥലങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോലും ഗാസയുടെ ഭൂപ്രകൃതി മാറി വന്നിട്ടുണ്ട് എന്ന് ചുരുക്കം. ഇനി UN കണക്കുകൾ പ്രകാരം ഉടനടി ആവശ്യമായിട്ടുള്ള സഹായങ്ങളെക്കുറിച്ച് പരിശോധിക്കാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഗാസയിലെ മുഴുവൻ ആളുകൾക്കുള്ള ഭക്ഷണം നൽകണം എന്നുള്ള കാര്യമാണ്. വലിയൊരു വെല്ലുവിളി തന്നെയാണ് തീർച്ചയായിട്ടും അത്. രണ്ടാമത്തെ ഒരു കാര്യം 5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പട്ടിണി ചികിത്സ നൽകേണ്ടതായിട്ടുണ്ട് എന്നാണ്. കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായിട്ട് ദിവസത്തിൽ ഒരു നേരം പോലും കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ തന്നെയാണ് ഗാസയിലെ ആളുകൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇതുമൂലമുള്ള വ്യത്യസ്ത പ്രശ്നങ്ങളൊക്കെ തന്നെയും ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സകൾ നൽകേണ്ടതുണ്ട്. ഇതോടൊപ്പം മൂന്നാമതായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള കാര്യം 7 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനാവശ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു നൽകണമെന്നാണ്. ഇതിനോടകം തന്നെ UN ചില സഹായങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇതിനോടകം ചെയ്തു വരുന്നുണ്ട്. 21 മില്യൺ ആളുകൾക്ക് അടിയന്തരമായിട്ടുള്ള ഭക്ഷണ സഹായവും അതിനാവശ്യമായിട്ടുള്ള പ്രോഗ്രാം എല്ലാം തന്നെ UN സജ്ജമാക്കിയിട്ടുണ്ട്. 2 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് ധനസഹായം UN വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഗർഭിണികൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കുമൊക്കെ ഹൈ കാലോറീസ് ഒക്കെ വരുന്ന രീതിയിലുള്ള ഭക്ഷണം നൽകുന്നതിനാവശ്യമായിട്ടുള്ള പരിപാടികൾ, പോഷകാഹാരക്കുറവ് നിരത്തുന്നതിനാവശ്യമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ തന്നെയും UN ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വേൾഡ് ബാങ്കും UN ഖത്തറും UAEയും ഈജിപ്തും തുർക്കിയും ചില യൂറോപ്യൻ രാജ്യങ്ങൾ വരെ സഹായവുമായിട്ട് മുന്നിട്ടിറങ്ങുന്ന കാഴ്ചകൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും വേൾഡ് ബാങ്കിൻ്റെ കണക്കുകൾ പ്രകാരം 53 ബില്യൺ $US ചിലവഴിച്ച് പതിറ്റാണ്ടുകൾ പണിയെടുത്തെങ്കിൽ മാത്രമേ ഗാസയെ പഴയ നിലയിലേക്ക് എത്തിക്കാൻ സാധിക്കൂ എന്നാണ് വേൾഡ് ബാങ്കിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായിട്ടും ഒരുപാടധികം ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകിയ ഒന്ന് തന്നെ ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായ രീതിയിൽ ഗാസക്കാരുടെ ജീവിതം ഇനി എങ്ങനെയായിരിക്കും, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്, ഈ ഒരു സീസ് ഫയറിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടുള്ള വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. വലിയ പ്രതീക്ഷകളോടുകൂടെ ഗാസക്കാർ വീണ്ടും അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് പതിയെ നടന്നു തുടങ്ങുകയാണ്. നമ്മളൊക്കെ പറഞ്ഞതുപോലെ, നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ ഗാസ, പലസ്തീൻ പിന്നെയും ഒരു സമാധാനത്തിലേക്ക് പതിയെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും നമ്മൾ ലോകത്ത് മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വ്യത്യസ്ത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒട്ടനവധി സമൂഹങ്ങൾ ഇതുപോലെ തന്നെ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ തന്നെയും ഒരുപാടധികം ആളുകൾ കമൻറ്റ് ബോക്സിൽ നിരന്തരമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു നൈജീരിയയിൽ അവിടുത്തെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അവിടെയുള്ള കർഷകരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, മാത്രമല്ല ചില ടെററിസ്റ്റ് ഗ്രൂപ്പുകളുമായി നടക്കുന്ന ഏറ്റുമുട്ടലുകൾ. തീർച്ചയായിട്ടും ആ കാര്യത്തെക്കുറിച്ചും വരും ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് റഷ്യ-യുക്രൈൻ യുദ്ധം. അവിടെയും ആളുകൾ വലിയ തോതിൽ തന്നെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ മനുഷ്യത്വത്തിൻ്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. പലരും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് തെറ്റിനെ തെറ്റുകൊണ്ട് ന്യായീകരിക്കാതിരിക്കുക. മതത്തിൻ്റെയും മറ്റ് ഐഡിയോളജികളുടെയും ചിന്തകളിലൂടെ മറ്റ് പലരും കുത്തി നിറക്കുന്ന വിഷയം നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. ഇപ്പോൾ കുറച്ചുകൂടെ സിമ്പിളാണ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ പലരും നമ്മളെ മനസ്സിലേക്ക് കുത്തി നിറക്കുന്ന
കാര്യങ്ങൾക്കും അപ്പുറത്തേക്ക് വളരെ ലളിതമായ രീതിയിൽ തന്നെ ലോകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് റിസർച്ച് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ പരന്നു കിടക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. മറ്റുള്ള ആളുകളുടെ വിഷവിത്തുകൾ നമ്മുടെ ഉള്ളിൽ അവർ പാകുന്നതിന് തടയാനും അവരുടെ ഒരു കേവലം അടിമകളെ പോലെ നമ്മൾ മാറാതിരിക്കാനും ഒക്കെ തീർച്ചയായിട്ടും ശ്രമിക്കുക. ഇത് ഞാൻ നിങ്ങളോടും എന്നോടും കൂടെ പറയുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെ തന്നെയായാലും ലോകത്ത് സമാധാനം പുലരട്ടെ, എവിടെയും ആരും കഷ്ടപ്പെടാതിരിക്കട്ടെ, മനുഷ്യ സമൂഹം സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കട്ടെ എന്ന് തന്നെയാണ് ആത്യന്തികമായിട്ട് നമ്മളുടെ ഏവരുടെയും ആഗ്രഹവും പ്രാർത്ഥനകളും ഒക്കെ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ